ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ശ്രീപത്മ അഗ്രിടെക്കിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. കഴിഞ്ഞ ഒരു മഴക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസക്കാലം പെയ്ത മഴ അതിശക്തമായ മഴയായിരുന്നു. അതിൽ തന്നെ ഒരുപാട് നമ്മളെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായല്ലോ. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടായത്. വയനാട്ടിലായതുകൊണ്ട് തന്നെ ഒത്തിരി പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും, സേഫാണോ എന്നൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളെല്ലാവരും സേഫാണ്, നിങ്ങളെല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ദുരന്തം അനുഭവിക്കുന്ന സഹോദരങ്ങൾ വേഗത്തിൽ അവരെ പഴയതുപോലെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഏകദേശം കർക്കിടക മാസമൊക്കെ കഴിഞ്ഞിട്ട് ചിങ്ങമാസത്തിലേക്ക് കടക്കുകയാണല്ലോ. പുതിയൊരു വർഷക്കാലം ആരംഭിക്കുകയാണ്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ താമരയായാലും ആമ്പലായിക്കോട്ടെ ബാക്കി എല്ലാ ചെടികളും ഇനി നല്ല വെയിലൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണല്ലോ നമ്മൾ സഹസ്രദളം ഷോങ്ഷൻ ഹോങ്തായ് എന്ന് പറഞ്ഞ താമര നട്ട കുളം. അപ്പോൾ അതിൽ ഏകദേശം ഈ ഒരു ഇല വന്നപ്പോഴാണ് നമ്മൾ വളം വെച്ചു കൊടുത്തത്. ഒരു പൂവ് കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടുകയുണ്ടായി. അത്യാവശ്യം വളർന്നു കേട്ടോ. അതിൽ വെള്ളം നിൽക്കില്ല, പൂവ് വിരിയാനായിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം വലുപ്പമുള്ള കുളമാണ്, പക്ഷെ ഇതിൽ വെള്ളം നിൽക്കാത്തത് കൊണ്ട് ചെടി പെട്ടെന്ന് ഡോർമെൻ്റായി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു പൂവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചെടുത്തു. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതിന് ആരോഗ്യം ഒന്നുകൂടെ കൂടും. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പം നമ്മളെ നാട്ടിൽ വളരെ എളുപ്പത്തിൽ വിരിയുന്ന ഒരു വെറൈറ്റിയാണ്. മുട്ടുകൾ വരാൻ ഏകദേശം ഈ ഒരു സമയത്താണ്. നമുക്ക് ജൂൺ 21 ശേഷമാണ് ഇവിടുത്തെ കാലാവസ്ഥയിൽ മുട്ടുകൾ വരുന്നത്. പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല വലിപ്പമുള്ള ഇലകളാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നിൽക്കുന്നതാണ്. ഇതിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഡോർമെൻ്റായി പോകാനുള്ള സാധ്യതയും കൂടും. മുട്ടുകൾ വരുന്നത് കരിയുകയും ചെയ്യും. അടുത്ത മുട്ടും വന്നിട്ടുണ്ട്. ഇനി പുതിയതായിട്ടുള്ള ലീഫ് ഇതാണ്. വലിയ കുഴപ്പമില്ലാതെ മഴയൊക്കെ കിട്ടുകയാണ് വേണമെങ്കിൽ ഇതിൽ മുട്ട് വരും, മുട്ട് കരിയാതെ പൂക്കുകയും ചെയ്യും. ഈ ഒരു ഭാഗത്താണ് അത് ആദ്യം നട്ടിരുന്നത്. അവിടെ നിന്നാണ് അത് സ്പ്രെഡായിട്ട് ആ രീതിയിൽ വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ താമര. നമുക്ക് വിരിയിച്ചു കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള താമരയാണ് ഷോങ്ഷൻ ഹോങ്തായ്. ഇതിന് സീഡ് പോഡ് ഉണ്ടാകാറുണ്ട്. ഒരു 5-6 പൂക്കളൊക്കെ കഴിയുമ്പോൾ ഇതിന് സീഡ് പോഡ് ഉണ്ടാകാറുണ്ട്. ഇതിനും പൂമ്പൊടി അത്യാവശ്യമുള്ളൊരു വെറൈറ്റിയാണ്. എന്നാൽ അൾട്ടിമേറ്റ് 1000 പെറ്റലിന് ഇതുപോലെ പൂമ്പൊടി സാധാരണയായിട്ട് കണ്ടുവരാറില്ല. അൾട്ടിമേറ്റ് 1000 പെറ്റൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അത് വേറൊരു പോണ്ടിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൂവായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിൽ നല്ല പെറ്റൽ കൗണ്ട് ഉള്ളതാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ വെള്ളം നിൽക്കാത്തതുകൊണ്ട് ചെടി ഡോർമെൻ്റ് ആയി പോകുന്നതുകൊണ്ടാണ്. ഇത് തന്നെ ഞാനിങ്ങനെ പൂ വിരിഞ്ഞ് കിട്ടുന്നു പ്രതീക്ഷിച്ചതല്ല. അപ്പം നമുക്കതൊന്ന് വിരിയിച്ച് നോക്കാം. ഈ ഒരു താമരയ്ക്ക് ഈ സ്തൂപം പോലെയുള്ള ഒരു രൂപം സെൻട്രൽ പോർഷനിൽ കാണാം. നമുക്കൊരു 5-6 പൂക്കൾ കഴിയുമ്പോൾ ഇത് സീഡ് പോഡായിട്ട് മാറുകയും ചെയ്യും. പിങ്ക് ക്ലൗഡൊക്കെ ആദ്യം ഇതേ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ആദ്യം മൊട്ട് വരുന്ന സമയത്തും നമ്മുടെ അൾട്ടിമേറ്റ് 1000 പെറ്റലിനും ഇതേ രീതിയിൽ തന്നെയാണ് ഉള്ളത്. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു വെറൈറ്റിക്ക് പെറ്റൽ കൗണ്ട് പിന്നെ ഷേപ്പും വ്യത്യാസമാണ്. നമുക്ക് വിരിയിച്ചു കൊടുക്കാം. ആദ്യത്തെ 1-2 ഫ്ലവർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പം ഇതിന് കാണാനില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക് ഇതിലേക്ക് ഇടുന്നതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നല്ല മഴയായതുകൊണ്ട് നമുക്കങ്ങനെ പുറത്തിറങ്ങിയിട്ടിന് സംരക്ഷണം കൊടുക്കാനൊന്നും സാധിച്ചില്ല. ഇത് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ നിറം. ഒരുപാട് ഡാർക്ക് കളറും അല്ല, എന്നാൽ ലൈറ്റ് ഷെയ്ഡും അല്ല. ഈ താമരയ്ക്ക് അത്യാവശ്യം നല്ല നീളത്തിലുള്ള പെറ്റൽസാണ് കാണാൻ സാധിക്കുക. ആദ്യത്തെ പുറത്തുള്ള പെറ്റൽസ് കുറച്ച് വീതിയിലുണ്ടെങ്കിലും പിന്നീട് നീളത്തിലുള്ള പെറ്റൽസാണ് കണ്ടുവരാറ്. കൈയിൻ്റെ ഈ ഒരു സൈസിലാണ് ഉള്ളത്. അൾട്ടിമേറ്റ് 1000 പെറ്റലിന് നമുക്ക് ഏകദേശം നല്ല ഒരു വലിപ്പമുള്ള പൂവാണെങ്കിൽ 1000-ന് മേലെ പെറ്റൽ കൗണ്ട് ഉണ്ടാകും. ഇത് അത്രയ്ക്കും വരില്ല. ഇതൊരു ടബിൽ നോർമൽ ഒരു 40-50 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടബിൽ ഒരു 4-5 പൂക്കൾ വരെ സാധാരണയായിട്ട് കിട്ടാറുണ്ട്. ഇത് പോണ്ടിൽ വളർത്തി കഴിഞ്ഞാൽ കുറേയേറെ പൂക്കൾ നമുക്ക് കിട്ടാറുണ്ട്. ഇതാണ് ഇതിൻ്റെ രൂപം. ഇന്നലെയൊക്കെ നല്ല ശക്തമായ മഴയാണ്, അതുകൊണ്ടാണ് കുറച്ചെങ്കിലും വെള്ളം ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ട് ഡ്രൈ ആയ ഒരു കണ്ടീഷനിലായിരുന്നു. നമ്മൾ വെള്ളം ഒഴിച്ചാലും നിൽക്കില്ല. കാരണം ഈ ഒരു ഭാഗത്ത്, ആ താഴെ കാണുന്ന ഭാഗത്ത് ഷീറ്റെല്ലാം നായ്ക്കൾ കടിച്ച് കീറിയിട്ടുണ്ട്. അപ്പം ഇത് തന്നെ വിരിഞ്ഞത് ഭാഗ്യം എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ ഇതിലൊക്കെ ശരിക്കും മൊട്ട് വരേണ്ടതാണ്, എന്താവും അറിയില്ല. അപ്പോൾ കണ്ടല്ലോ, ഇത് കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹസ്രദളം എന്തായി? നന്നായിട്ട് പൂത്ത് തുടങ്ങിയോ? കാരണം വയനാട് ഹൈ റേഞ്ച് ഒഴികെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നേരത്തെ തന്നെ പൂക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇത് അടുത്ത മൊട്ട് ഇതൊരു 10 ദിവസം കൊണ്ട് വിരിയുന്ന രീതിയിലാണ് ഉള്ളത്. സഹസ്രദളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിയാത്ത ഒരു ഇനമല്ല. അത് മെയിനായിട്ട് അത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ പകൽ ദൈർഘ്യം കൂടുന്ന ഈ സമയത്താണ് മൊട്ട് വരാറ്. അത് ഒരുവിധം എല്ലാ താമരകളും നന്നായിട്ട് പൂക്കുന്ന ഒരു ടൈമും നല്ല വലുപ്പത്തിൽ വിരിയുന്ന ഒരു സമയം കൂടിയാണ്. ഇതിനി വേണമെങ്കിൽ നമുക്ക് വളപ്രയോഗമായിട്ട്
NPK 5 ഗ്രാമോ DAP 5 ഗ്രാം പേപ്പറിൽ പൊതിഞ്ഞിട്ട് ചെളിയിൽ പൂഴ്ത്തി കൊടുക്കാം. ഞാൻ ഇനി അധികം വളം ഇതിന് കൊടുക്കുന്നില്ല, കാരണം വെള്ളം നിൽക്കാത്തത് കൊണ്ട് വളം കൊടുക്കുന്നില്ല. ഇളനീരോ അല്ലെങ്കിൽ തേങ്ങയുടെ വെള്ളം നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്തോ ചോട്ടിലോ ഒഴിച്ചു കൊടുത്താലും വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.